ഇപ്പോൾ കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹെഡ് മിസ്ട്രസ് നമുക്കിപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. കേൾക്കാമോ? പറയൂ. താങ്കളിപ്പോ അവിടെ ഉണ്ടോ? സ്ഥലത്തുണ്ടോ? ഞാനിപ്പോ സ്ഥലത്തുനിന്ന് ഹോസ്പിറ്റലിലാണുള്ളത്. 3 ഹോസ്പിറ്റലാണ്. 3 കുട്ടിയുടെ ഇവിടെയും ഒരു കുട്ടി മദർ കെയറിലുമാണ്. പത്തമ്പലം മദർ കെയർ ഹോസ്പിറ്റലാണ്. കുട്ടികളെ രക്ഷിതാക്കൾ എത്തണുള്ളൂ. കൃത്യമായി കൺഫേം ചെയ്യാൻ പോണേ ഉള്ളൂ. ഏകദേശം ഊഹയുള്ളൂ. ഇപ്പൊ 4 പേരെ രക്ഷിക്കാൻ പറ്റിയില്ല അല്ലേ? ഇല്ല ഇല്ല ഇല്ല. പേര് ഹലോ, ഈ കുട്ടികളുടെ പേരുകളെ ചെയ്താൽ പറഞ്ഞാൽ ബുദ്ധിമുട്ടാവില്ലേ? കൺഫേം ചെയ്യുന്നേ ഉള്ളൂ. ശരി, തീർച്ചയായും വേണ്ട. രക്ഷിതാക്കളൊക്കെ അവിടേക്ക് എത്തിയിട്ട് മതി. മനസ്സിലായി. ഈ താങ്കൾ ആ സമയത്ത് അവിടെ ഈ സ്കൂൾ വിട്ട് പോവുമായിരുന്നു തോന്നുന്നല്ലേ കുട്ടികള്? ഹലോ, എല്ലാ തിരക്കുകളിലാണ്. ആരും ഇപ്പൊ അത് റെസ്പോണ്ട് ചെയ്യാനല്ല. കുഞ്ഞുങ്ങളെ ഐഡന്റിഫൈ ചെയ്തിട്ടില്ല. മനസ്സിലായി. ഞങ്ങൾ അതിന്റെ തിരക്കിലാണ്. പാരന്റ്സ് വന്ന് കണ്ടോണ്ടിരിക്കുന്നു, ടീച്ചേഴ്സ് കാണുന്നു, മനസ്സിലാവാത്ത ഇതാണ്. അപ്പൊ അതിന്റെ വേവലാതിനല്ല എല്ലാരും. ആരും ഇപ്പൊ പ്രതികരിക്കാൻ ഓക്കെ അല്ല. മനസ്സിലായി മാം. മനസ്സിലായി. എന്തായാലും സ്വാഭാവികമാണ്. അവർ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങളുണ്ട്. തീർച്ചയായും ഈ സമയത്ത് പേര് വിവരങ്ങൾ അറിയുക എന്നുള്ളതല്ല. അത്രയും സ്വന്തം കുട്ടികളാണ്. ഇത്രയധികം അവർക്ക് അറിയില്ല. അങ്ങനെ കുറെ വിഷയങ്ങളുണ്ട്. എന്തായാലും നമ്മുടെ മുന്നിൽ ഇപ്പോൾ ഉള്ളത്, നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ, അപകടം നടന്ന സ്ഥലത്തിന്റെ ദൃശ്യങ്ങൾ കാണുമ്പോൾ അത്രയും സ്ലിപ്പറിയായി നിൽക്കുന്ന ഒരു റോഡാണ്. അതാണ് ഈ അപകട കാരണം. തുടർച്ചയായ അപകടങ്ങളുടെ കാരണം അതാണ് എന്ന് അവിടെയുള്ള പ്രദേശവാസികളൊക്കെ പറയുന്നുണ്ട്. നിരന്തരം ഇതുമായി ബന്ധപ്പെട്ട് പരാതിയൊക്കെ പറഞ്ഞിട്ടും ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. ഇന്നൊരു ചാറ്റൽ മഴ മാത്രമാണ് ഉണ്ടായത്. എന്നിട്ടാണ് ഇങ്ങനെ ഒരു വലിയൊരു അപകടം ഉണ്ടായത്. അമിത വേഗതയിലായിരുന്നു ലോറി എന്ന് പറയുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടൊക്കെ കാര്യങ്ങൾ അറിയണം. പക്ഷെ നമ്മുടെ മുന്നിൽ ഇപ്പോൾ സ്കൂൾ കഴിഞ്ഞ് അവരുടെ സ്വന്തം വീടുകളിലേക്ക് മടങ്ങുകയായിരുന്ന 4 വിദ്യാർത്ഥിനികളുടെ ജീവനാണ് ഈ ഒരു വലിയ അപകടത്തിൽ നമുക്ക് നഷ്ടമായത്. വളരെ സങ്കടകരമായ ഒരു വാർത്തയാണ്. 3 വിദ്യാർത്ഥിനികളെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിലേക്കൊക്കെ എത്തിക്കാൻ ശ്രമിച്ചു. പക്ഷേ നമുക്ക് അവരുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല. നമ്മൾ ആളുകളോട് സംസാരിക്കുമ്പോൾ ഇപ്പോൾ 3 വിദ്യാർത്ഥിനികളെ, ഒരാളെ മദർ കെയറിലേക്കും 3 പേരെ ഇൻസാഫ് ആശുപത്രിയിലേക്കുമാണ് മാറ്റിയിട്ടുള്ളത്. അവരുടെ രക്ഷിതാക്കൾ അവിടേക്ക് എത്തുന്നതേ ഉള്ളൂ, ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതേ ഉള്ളൂ. അവർക്കൊരു പക്ഷേ ഇത് അത്രയും സങ്കടത്തിൻ്റെ നിമിഷങ്ങളായിരിക്കും.